പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള വെൽക്കം ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് നമ്മളൊന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു വെൽക്കം ഡ്രിങ്കാണ്. ബ്രെഡ് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. എങ്ങനെയാണ് റെഡിയാക്കാമെന്ന് നോക്കാം. നമ്മുടെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 പീസ് ബ്രെഡാട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തതാണ്. ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പിന്നെ ഞാൻ ചേർക്കുന്നത് ബദാമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 10-15 ബദാമോളം എടുത്തിട്ടുണ്ട്. അതിനൊന്ന് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്താണ്. അപ്പോൾ ഈ ബദാമിനെ ഞാനിപ്പോൾ സോക്ക് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല, നമുക്ക് സോക്ക് ചെയ്ത് വെച്ച് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഡയറക്റ്റ് ചേർത്തിരിക്കുകയാണ്. പിന്നെ ആവശ്യത്തിൻ്റെ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് ഏകദേശം 1 കപ്പോളം പാലാണ് ഇപ്പോൾ ഒഴിക്കുന്നത് കേട്ടോ. ഈ പാലും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതിൻ്റെ മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കണം. ഇപ്പോൾ നമ്മൾ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് വാനില എസൻസ് ചേർക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ഏലക്കാപ്പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. ഏലക്കാപ്പൊടി ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ബാക്കി കുറച്ച് പാലോ അല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പാലിനെ ചേർക്കാവും ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു ലൂസായിട്ടുള്ളൊരു ഡ്രിങ്ക് ആയിരിക്കും. എന്നിട്ട് മിക്സിയിൽ ഒന്നുകൂടെ അങ്ങ് അടിച്ചെടുത്തിട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും ബ്രെഡ് ഉണ്ടെങ്കിൽ. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അത് എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം കേട്ടോ. പിന്നെ ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് പിസ്സ സ്ലൈസസ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. ഇതിന് പകരം നമുക്ക് എന്താ വേണ്ടിയെന്ന് വെച്ചാൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സിമ്പിൾ ഡ്രിങ്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.